ഒന്നാമത്തേത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടു. സരോജിനി നായിഡു ആണ് ഉത്തരം. അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ ആയുധമെടുത്ത് പോരാടി 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടു. ഭഗത് സിംഗ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ രാജ്ഞി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നിങ്ങനെ വിളിക്കപ്പെടുന്നു. അരുണ ആസിഫ് അലിയാണ്. നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടു. സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേതാജി എന്ന് വിളിക്കപ്പെടുന്നു. സുഭാഷ് ചന്ദ്രബോസ്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു. ലോക്മാന്യ എന്നറിയപ്പെടുന്നു. ബാലഗംഗാധര തിലകാണ്. ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചു. ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടർന്നു അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടു. ഖാൻ അബ്ദുൽ ഗാഫറാണ് ഉത്തരം.